സ്നേഹമുള്ളവനാണെങ്കിൽ അത് മുഖ്യമന്ത്രിയായാലും കരഞ്ഞുപോകും. കാരണം സ്നേഹമുള്ളിടത്ത് മാത്രമേ തേങ്ങലും വിങ്ങലും ഒപ്പം പൊട്ടിത്തെറിയുമൊക്കെ ഉണ്ടാകുകയുള്ളൂ. അത് രാഷ്ട്രീയത്തിലായാലും ജീവിതത്തിലായാലും അങ്ങനെ തന്നെ. ഹൃദയമുള്ളവർക്ക് അങ്ങനെ ആകാൻ പറ്റുകയുള്ളൂ. തൻ്റെ രാഷ്ട്രീയ ഗുരുവായ ജി കാർത്തികേയൻ്റെ വസതിയിലെത്തിയ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കരഞ്ഞ് കണ്ണുകലങ്ങി വികാരാധീനനായി നിന്നത് ഇന്ന് കേരളം കണ്ടു. മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് ചെയ്തു തീർക്കേണ്ട ചില കടമകളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അന്തരിച്ച കോൺഗ്രസ് നേതാവ്, മുൻ മന്ത്രി, മുൻ സ്പീക്കറൊക്കെ ആയിരുന്ന ജി കാർത്തികേയൻ്റെ വീട്ടിലെത്തി ഭാര്യ എം.ടി. സുലേഖയുമായി സംസാരിക്കുമ്പോഴാണ് സതീശൻ വിങ്ങിപ്പൊട്ടിയത്. ജി കാർത്തികേയൻ എന്ന വലിയ മനുഷ്യൻ്റെ വിരൽത്തുമ്പിൽ തൂങ്ങിയാണ് താൻ മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതെന്നും അദ്ദേഹത്തിൻ്റെ കുടുംബം തൻ്റെ സ്വന്തം കുടുംബമാണെന്നും പറഞ്ഞ് ഒരു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞപ്പോൾ കേരളത്തിൻ്റെ CM എന്നും ആ കസേരയൊന്നും അദ്ദേഹം ഓർത്തില്ല, എല്ലാം മറന്നുപോയി. GK കണ്ടെത്തിയ ആ മിടുക്കനായ വ്യക്തി ഇന്ന് വലിയ ഉയരങ്ങളിലെത്തിയതിൽ അദ്ദേഹത്തിൻ്റെ പത്നി ഡോക്ടർ M.T. സുലേഖയുടെ സന്തോഷം പറയാൻ കഴിയുന്നതിലും അപ്പുറത്തായിരുന്നു. സതീശനിൽ അസാമാന്യമായ നേതൃപാടവം GK കണ്ടെത്തിയത്. പണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞുവെന്ന് അവർ ഓർമ്മിപ്പിച്ചു. 96-ലും 2001-ലും തന്നെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണമെന്ന് AK ആൻ്റണിയോടും K കരുണാകരനോടും നേരിട്ട് പോയി ആവശ്യപ്പെട്ടത് കാർത്തികേയൻ സാറായിരുന്നുവെന്ന് സതീശനും മറന്നിട്ടില്ല. MLA ആയാൽ പാർട്ടിക്ക് വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന് കാർത്തികേയൻ അന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നുവെന്നാണ് സുലേഖ ടീച്ചർ ഓർമ്മിച്ചെടുത്തത്. എക്കാലത്തും തന്നോട് വലിയ വാത്സല്യം കാണിച്ചിട്ടുള്ള ജി കാർത്തികേയൻ്റെ മക്കൾ തനിക്ക് സഹോദരങ്ങളെ പോലെയാണെന്നും സതീശൻ വ്യക്തമാക്കുന്നു. ഈ വീട് തൻ്റെ സ്വന്തം ഇടമാണെന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ബന്ധമാണ് ഈ കുടുംബവുമായി ഉള്ളതെന്നും രാഷ്ട്രീയത്തിലെ തൻ്റെ വളർച്ചയിൽ GK കുടുംബം നൽകുന്ന പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി പറയാനും ഈ പ്രധാന ദിവസത്തിൽ മറന്നില്ല. സന്ദർശനത്തിനിടെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഫോട്ടോകൾ എടുത്തും വിശേഷങ്ങൾ പങ്കുവെച്ചുമാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. കേരളം എന്നും ഓർക്കുന്ന ഒരു മികച്ച മുഖ്യമന്ത്രിയാകാൻ സതീശന് സാധിക്കട്ടെ എന്ന് സുലേഖ ടീച്ചറും ആശംസിച്ചു. K കരുണാകരനെപ്പോലെയും ഉമ്മൻചാണ്ടിയെപ്പോലെയും പാവപ്പെട്ട ജനങ്ങളെ ചേർത്തു പിടിക്കുന്ന ഒരു നായകനായി കേരളം എക്കാലവും ഓർക്കുന്ന ഒരു മുഖ്യമന്ത്രിയാകട്ടെ എന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അവർ പറയുകയും ചെയ്തു. എല്ലാ മതനിരപേക്ഷ മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കുന്ന, ജനങ്ങൾ ഒരുപോലെ സ്നേഹിക്കുന്ന ഭരണാധികാരിയായി സതീശൻ അറിയപ്പെടുന്നത് കാണാനാണ് താൻ കാത്തിരിക്കുന്നതെന്നും തൻ്റെ മൂത്ത മകൻ സതീശൻ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുണ്ടെന്നും അനുഗ്രഹിച്ചാണ് GKയുടെ പ്രിയതമ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അധികാര കസേരയിലേക്ക് യാത്രയാക്കിയത്. നമുക്ക് ആ രംഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. ചീഫ് മിനിസ്റ്റർ അങ്ങനെ ചീഫ് മിനിസ്റ്റർ സാറല്ലേ ഞാൻ ആകെ എനിക്ക് പാടുള്ള സാറിന് മാത്രമേ നമ്മുടെ പിള്ളേരെ പോലെ നമുക്ക് രണ്ടുപേരെയും വി.ഡി. സതീശൻ ആരൊക്കെയാ ഫൈറ്റ് ചെയ്തത് മുഖ്യമന്ത്രി ആവാന്? അയ്യോ, എനിക്ക് അത് സോഷ്യൽ മീഡിയ കേരളയുടെ ചീഫ് മിനിസ്റ്റർ. നമുക്ക് എങ്ങനെ അറിയാം? പിള്ളേരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് എന്റെ ലൈനാണ്. പിള്ളേരെ കൊണ്ട് ചൂടാണ് ഫ്രീ ആക്കി വിട്ടത്.